ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ ക്രിസ്തുമസ് യാത്രയുടെ 8-ാം ദിനത്തിലെ നാം ഇതാ പ്രവേശിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ക്രിസ്മസ് സ്റ്റാർ. ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പുൽക്കൂടിനോളം തന്നെ പ്രാധാന്യമുണ്ട് നക്ഷത്രത്തിന്, ക്രിസ്തുമസ് സ്റ്റാറിന്. വാസ്തവത്തിൽ ക്രിസ്തുമസ് സ്റ്റാറിൻ്റെ കടന്നുവരവ് അയർലൻഡിൽ നിന്നുമാണ്. 5-ാം നൂറ്റാണ്ട് എന്ന് പറയാം. ആ കാലഘട്ടത്തിൽ അയർലൻഡിൽ അനേകം ദേവന്മാരെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ആ ദേവന്മാരിൽ ഒന്നായിരുന്നു നക്ഷത്രദേവൻ. ഒരുപാട് പ്രാർത്ഥനകൾക്കും ത്യാഗത്തിനും ഫലമായി വിശുദ്ധ പാട്രിക്കിൻ്റെ ശ്രമഫലമായിട്ടായിരുന്നു അത്തരം ദുരാചാരങ്ങൾ അയർലൻഡിൽ നിന്നും മാറിപ്പോയത്. എങ്കിലും തങ്ങളുടെ നക്ഷത്രദേവനെ ഉപേക്ഷിക്കുവാൻ അയർലൻഡുകാർ തയ്യാറായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ അയർലൻഡുകാരെ തിരുത്തുവാനാണ് നക്ഷത്രത്തെ വിശുദ്ധ പാട്രിക് ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഭാഗമാക്കിയത്. അങ്ങനെ നക്ഷത്രം ക്രിസ്മസ് സ്റ്റാർ എന്ന് വിളിക്കപ്പെട്ടു. വചനം പറഞ്ഞു വയ്ക്കുന്നു, പൗരസ്ത്യ ദേശത്ത് നിന്നും ജ്ഞാനികൾ ജെറുസലേമിലെത്തി അന്വേഷിച്ചു. മത്തായി സുവിശേഷം 2:2. എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. വീണ്ടും ബാലാം പ്രവാചകൻ സംഖ്യയുടെ പുസ്തകം 24:16-17 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ, അത്യുന്നതൻ്റെ അറിവിൽ പങ്കുചേർന്നവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവർ, തുറന്ന കണ്ണുകളോടെ സമാധി ലയിച്ചവൻ പ്രവചിക്കുന്നു. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. ഇത് ജ്ഞാനികൾ മനസ്സിലാക്കി അടയാളമായി കണ്ട് അവർ യാത്ര തിരിച്ചു. വീണ്ടും പുറപ്പാട് പുസ്തകം 13:21-22 തിരുവചനങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു, അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാകും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാഞ്ഞില്ല. കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും കർത്താവ് കടന്നു വന്നു. പുതിയ നിയമത്തിൽ പുൽക്കൂടിലേക്ക് ഈ ജ്ഞാനികളെ നയിക്കുവാനായി കർത്താവ് തിരഞ്ഞെടുത്തത് ഒരു നക്ഷത്രത്തെയായിരുന്നു. ക്രിസ്തുമസ് നക്ഷത്രത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ വചനഭാഗം ഒരിക്കൽ കൂടെ വായിക്കാം. മത്തായി സുവിശേഷം 2-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇതു കേട്ട് ഹെരോദസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. അപ്പോൾ ഹെരോദസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ ചോദിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. ഒരു പക്ഷേ ജ്ഞാനികൾ കണ്ട ഈ നക്ഷത്രം ഒരു ദർശനമായേക്കാം, അവർക്ക് മാത്രമുള്ള ദർശനം. കാരണം ഹെരോദോസ് രാജാവോ ജെറുസലേം നിവാസികളോ നക്ഷത്രത്തെ കണ്ടു എന്ന് വചനം പറയുന്നില്ല. അവർ നക്ഷത്രത്തെക്കുറിച്ച് അന്വേഷിച്ചു എന്നാണ് പറയുക. വ്യക്തിപരമായ ഒരു ദർശനമായേക്കാം ഇത്. കർത്താവിനെ അന്വേഷിച്ച് കാത്തിരുന്ന് കണ്ടെത്താൻ ആഗ്രഹിച്ചവർക്ക് ഉള്ള ഒരു ദർശനം. ക്രിസ്തുമസ് നക്ഷത്രം ഇതാണ്. തമ്പുരാനെ കാത്തിരിക്കുന്നവർക്ക്, തമ്പുരാനെ ആഗ്രഹിക്കുന്നവർക്ക്, കുഞ്ഞുണ്ണിയെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള ഒരു അടയാളം. ഒരു കാര്യം കൂടെ നമുക്ക് ധ്യാനിക്കാം. പൗരസ്ത്യ ദേശത്ത് നിന്നും ജ്ഞാനികൾ നക്ഷത്രത്തെ നോക്കി കടന്നു വന്നു.
അവർ ജെറുസലേമിലെത്തിയപ്പോൾ വലിയ രാജകൊട്ടാരം അവരുടെ നോട്ടത്തിൽ നിന്നും ആ നക്ഷത്രത്തെ മായിച്ചു. അവർ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ രാജകൊട്ടാരമോ അവിടുത്തെ സ്വാഭീഷ്ട ഭക്ഷണമോ പട്ടുമെത്തയോ ഒന്നും അവരെ ആകർഷിച്ചില്ല. അവർ അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും നക്ഷത്രം ദൃശ്യമായി. അവരുടെ ലക്ഷ്യം ഉണ്ണി മാത്രമായിരുന്നു, ഉണ്ണീശോ മാത്രം. ഒടുവിൽ പുൽക്കൂട്ടിലെത്തി അവർ ഉണ്ണിയെ കണ്ടെത്തി. പിന്നെ നക്ഷത്രം അവരെ തിരികെ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് സ്റ്റാർ നമുക്ക് തരുന്ന മാതൃക, ബോധ്യം ഇതാണ്: നമുക്ക് നടക്കേണ്ടത് കർത്താവിലേക്കാണ്. എല്ലാം മാഞ്ഞു പോകട്ടെ, അപ്രത്യക്ഷമാകട്ടെ, ഈശോ മാത്രം, ഉണ്ണി മാത്രം. അപ്പോൾ 25 ദിവസം യാത്ര ചെയ്ത് പുൽക്കൂട്ടിൽ ഉണ്ണിയെ കണ്ടെത്താൻ ഈ ക്രിസ്മസ് സ്റ്റാർ നമ്മെ നയിക്കട്ടെ. നാം ഇന്ന് പൂർത്തിയാക്കുന്ന നമ്മുടെ 10 സ്നേഹപ്രവർത്തികൾ ഒരിക്കൽ കൂടെ ഓർക്കാം. 1. 25 ദിവസത്തെ നോമ്പാചരണം തുടരുന്നു. 2. ഒരു ജപമാല. 3. ഒരു കരുണക്കൊന്ത. 4. ഇന്നത്തെ സുകൃതം. ജപമാലയുടെ ഒരു രഹസ്യം: ഞാൻ കൈവിരിച്ച് പിടിച്ച് എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കും. 5. 1000 പ്രാവശ്യം ഈശോ നാമജപം. 6. 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധി. 7. ഒരു ആശയടക്കം. ഇന്ന് ഞാൻ കട്ടൻ ചായ ആകട്ടെ, അത് നമുക്ക് ഉപേക്ഷിക്കാം. 8. ഒരു വചനം നാം ഇന്ന് പഠിക്കുന്നു. നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം സങ്കീർത്തനം 4:7. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. 9. ഒരധ്യായം വചന പഠനം, വചനവായന. വെളിപാട് പുസ്തകം 6-ാം അധ്യായം. 10. നാം ഇത് കേട്ടു, ക്രിസ്മസ് സ്റ്റാറിനെ കുറിച്ചുള്ള വചന വ്യാഖ്യാനത്തിൻ്റെ ശ്രവണം. നമുക്ക് ആശീർവാദം സ്വീകരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.